എന്റെ മോൻ ക്ലാസ്സിൽ ചെല്ലുമ്പോ ആമ്പിള്ളേരൊക്കെ നോക്കണ്ടാ. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരുത് ആ സീമ ടീച്ചറെ കാണാനല്ലേ. സകലേശ്വരൻ വാഴും സ്നേഹം മണക്കുന്ന പൂമരച്ചോട്ടിൽ കൈകൂപ്പുന്നു ഞങ്ങൾ, മരച്ചോട്ടിൽ കൈകൂപ്പുന്നു ഞങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങളെ ഓരോരുത്തരെയും ചാലക്കുടി യവനിക നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാത്തൂർ മന്ദബുദ്ധി ഭഗവതി ക്ഷേത്രത്തിൽ ഒരു നാടകം അവതരിപ്പിക്കുന്ന അവസരം അനുവദിച്ച ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കൂപ്പുകയും നല്ല ശബ്ദം നൽകി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബിസ്മി സൗണ്ട്സ് പല്ലഞ്ചാത്ര, അതിന്റെ പ്രധാന പ്രവർത്തകരായ രോഹിത്തിനും സൈനുദ്ദീനും ഞങ്ങളുടെ സ്നേഹം. ഞങ്ങളെ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ ആത്മമിത്രം IA ശശി, സ്റ്റാർ പ്രോഗ്രാം ഏജൻസി ചുങ്കമന്ദം മാത്തൂർ PO, അന്ന് ഞങ്ങളോടൊപ്പം ഭരിച്ചുകൊണ്ടിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ ഊരകം എന്ന നടൻ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ഒളിച്ചിരുന്ന ബ്ലഡ് ക്യാൻസർ എന്ന രോഗം അദ്ദേഹത്തെ ജീവിത വേദിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ആ പ്രിയപ്പെട്ട സഹോദരന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി നാടകം ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാൽ. ചാലക്കുടി യവനിക അവതരിപ്പിക്കുന്ന 7ാമത് നാടകം അച്ഛനാണ് സത്യം. നാടകം ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാൽ. നാളെയുടെ തെളിവാന്ന പകൽ തേടിപ്പായുന്ന മനുഷ്യന്റെ മനസ്സിൻ മറയിൽ ഇന്നലെയുടെ കഴിവുകേടുകൾ തലനീട്ടവേ. യവനിക ഉയർത്താം നമുക്ക് യവനിക. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്നീ ദിവസം ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്കൊരു സ്വീകരണം ലഭിക്കുകയും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഞാൻ എന്തു സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോൾ സ്കൂൾ ലീഡർ എന്നോട് പറഞ്ഞത് ഒരു നാടകത്തിന്റെ കഥ പറഞ്ഞു തന്നാൽ മതി എന്നാണ്. കഥ പറയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ചാലക്കുടി യവനിക അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകത്തിന്റെ കഥ തന്നെ ആയിക്കോട്ടെ. യവനിക ഉയരുമ്പോൾ രംഗത്ത് ജ്യോതിഷ പണ്ഡിതൻ തിലകക്കുറുപ്പ് ദാഹം തീർത്തുകൊണ്ടിരിക്കുന്നു. സമയം ഒരു സന്ധ്യാനേരം. ഹലോ, ജ്യോതിഷാചാര്യൻ തിലകക്കുറുപ്പാണ്. എന്റെ നക്ഷത്രം തൃക്കേട്ട. വൃത്തികെട്ട അവസ്ഥയാണല്ലോ. വയസ്സ് 35. ഇഞ്ചി കഴിച്ചിരിക്കുകയാണ്. പിന്നെ ഒരല്പം ഇഷ്ടമുണ്ടായത് നിന്റെ ഏട്ടനോടാ. അവനാണെങ്കിൽ അപ്പൊ സന്യാസ ജീവിതത്തിന് പോണെന്നും പറഞ്ഞും കൊണ്ട് നാട് വിട്ടു പോയിട്ട് വർഷം 20 കഴിഞ്ഞു. ഇതുവരെ ഒരു അമ്മാവോ, ഈ വീടും സ്ഥലമൊക്കെ പണയപ്പെടുത്തിട്ട് അവളെ നഴ്സിംഗ് പഠിക്കാൻ വിട്ടെ. അവസാനം ജപ്തി വന്നപ്പോ തിരിച്ചെടുക്കാൻ ഈ ഞാൻ വേണ്ടി വന്നു. മറക്കണ്ട. ശരിയാ, നിന്റെ അമ്മയുടെയും എന്റെയും ഓഹരിയായത്. അതിൽ എന്റെ ഓഹരി ഞാൻ കൊണ്ടുപോകില്ല. നീ ഈ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനോട് നിനക്ക് തന്നിട്ടേ ഞാൻ പോകൂ.
നീ ഇന്നും കൊണ്ടുപോയ ചോറ് തിരിച്ചു കൊണ്ടുവന്നല്ലേ? അതിലെന്തായിരുന്നു കറി? തൈരും മാങ്ങച്ചാറും. അതാ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഒരു ഓംലേറ്റ്. ഇന്ന് ഷഷ്ടിയാണ്. അതിന് ഞാൻ എന്ത് വേണം? എനിക്ക് വ്രതമാണെന്ന്. അമ്മയ്ക്ക് വ്രതോ വാദോ എന്തോ ആയിക്കോട്ടെ, എനിക്ക് എന്നീ പുളിച്ച മോരും കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. എന്നാലേ ഞാൻ നിനക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം. ആര്? അമ്മയോ? തമാശ പറയില്ലമ്മേ. ആ ചോറെടുത്ത് പട്ടിക്ക് കൊടുത്ത് പാത്രം കഴുകി വെക്ക്. ഇത് പട്ടിക്ക് പോലും വേണ്ട. ഇത് പട്ടിക്ക് കൊടുത്താ അതിന്റെ തള്ളക്ക് വിളിക്കും. അതിന്റെ ചീത്തപ്പേര് അമ്മയ്ക്കാ. തന്തയുടെ തനി സ്വഭാവ, പിന്നെ എങ്ങനെ നേരെയാവാനാ? അമ്മയുടെ സ്വഭാവമായിരുന്നെങ്കിലേ നാട്ടുകാരനെ പണ്ടേ തല്ലിക്കൊന്നേനെ. എന്നാലേ നാളെ മുതൽ നീ ചോറ് കൊണ്ടുപോകണത് എനിക്കൊന്ന് കാണണം. എന്നാലേ നാളെ മുതൽ ഞാൻ പഠിക്കാൻ പോണില്ല. വേണ്ട, നീ ഇപ്പൊ പഠിച്ച് വലിയ കളക്ടർ ആവുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പട്ടിണി കിടന്ന് പഠിക്കാൻ എനിക്കാവില്ല. എന്റെ മോൻ ചോറ് കൊണ്ടുപോകലടാ. പുളിച്ച മോരും പഴകിയ മാങ്ങച്ചാറും. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? ഒരു ഓംലേറ്റ്. എടാ അമ്മയ്ക്ക് വ്രതല്ലേ? ആ, മോനും ആ ടീമാല്ലേ? മുടിയൊക്കെ പോയി. പൊക്കോട്ടെ. അങ്ങനെ പറ്റുമോ? എന്റെ മോൻ ക്ലാസ്സിൽ ചെല്ലുമ്പോ ആമ്പിള്ളേരൊക്കെ നോക്കണ്ടാ. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. അപ്പൊ ആരോ ഉണ്ട് പറയടാ. ഒന്ന് പോവാച്ചാ. പറയേ. കുന്തം. പറയില്ല എനിക്ക്. ഏതായാലും അച്ഛനെ പോലെയല്ല. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരുത് ആ സീമ ടീച്ചറെ കാണാനല്ലേ? അമ്മ എന്തൊരു ഭംഗിയാടാ സീമ ടീച്ചറെ കാണാൻ. ആ, ഭർത്താവ് പോലീസുകാരനാ. നീ എന്താ നേരത്തെ പറഞ്ഞു? എന്തേ, വല്ല പുലിവാലും ഒപ്പിച്ചോ? ഇല്ലടാ, അച്ഛൻ എന്നും ടീച്ചർക്ക് ഗുഡ് മോർണിംഗ് വിടും. ആ കൂട്ടത്തിൽ ഇന്ന് അച്ഛൻ അടിയിൽ എഴുതി സുഖമല്ലേ ടീച്ചറേ എന്ന്. ആ, അച്ഛനെ ഫോൺ ഒന്ന് പരിശോധിക്കണം. കോംപ്രമൈസ്. അങ്ങനെ വഴിക്കുവാ. എന്റെ മോൻ അച്ഛൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുട്ട്. ഓ, ഇന്നും പുട്ടാ? തടിക്കഷ്ണം. എടാ മായം ചേർക്കാത്ത ഭക്ഷണ പുട്ട്. അതുകൊണ്ടല്ല, ഇതാവുമ്പോഴേ ഇത്തിരി പൊടി നനച്ച് ഒരു കുഴലിലിട്ട് ഇത്തിരി കഴിയുമ്പോ ഒരു കോലെടുത്ത് മൂട്ടിന്ന് കുത്തിയ പുട്ടായി. പിന്നെ എന്റെ മോനിപ്പോ എന്താ വേണ്ടേ പറയും? ഞാൻ വൃന്ദാവൻ ഹോട്ടലിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങി തന്നാലോ? വേണ്ടച്ചാ, 10-11 വർഷമായിട്ട് രാവിലെ പുട്ട്, ഉച്ചയ്ക്ക് മോരും മാങ്ങച്ചാറും. ഇനിയിപ്പോ വേറെ ഏത് ഭക്ഷണം കണ്ടാലും എന്റെ ആമാശയം പേടിച്ച് നിലവിളിക്കും. എന്നാ എന്റെ മോൻ ഇഷ്ടമുള്ളത് അടുക്കളയിലുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. ആ അച്ഛാ, അടുത്ത ആഴ്ച സ്കൂളിൽ നിന്ന് ടൂറ് പോവാ. ഓ നന്നായി. എവിടേക്കാടാ? ഊട്ടി, മൈസൂർ. ബ്യൂട്ടിഫുൾ. എല്ലാരും പോണുണ്ട്. പോയിക്കോട്ടെ. നാളെ പൈസ കൊടുക്കണം. കൊടുത്തോട്ടെ. ഞാനും പോണുണ്ട് അച്ഛാ. അച്ഛൻ പത്രത്തിലും ഫേസ്ബുക്കിലും ഒന്നും കണ്ടില്ലല്ലോടാ. അച്ഛാ, ഞാനും പൊക്കോട്ടെ. നടക്കില്ല. അതെ, ഇന്ന് അച്ഛന്റെ താടി കാണാൻ എന്തൊരു ഭംഗിയാ. ഇന്നലെ അച്ഛന്റെ താടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര ഭംഗി ഉണ്ടായില്ല. ശരിയാടാ, ശരിയാ. 2 ദിവസം പോയിട്ട് 2 മണിക്കൂർ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല. 5ാം ക്ലാസ്സിൽ പറഞ്ഞു 10ാം ക്ലാസ്സിലാവട്ടെ എന്ന്, 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ പറഞ്ഞു +1 ആവട്ടെ എന്ന്. ഇനി എന്നാ? എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാടാ. നിന്റെ ഈ പ്രായത്ത് ടൂർ എന്ന് എഴുതി വായിക്കാൻ പോലും ഈ അച്ഛൻ അറിയില്ലായിരുന്നു. അതെ, അച്ഛൻ മര്യാദക്ക് സ്കൂളിൽ പോകാനിട്ടാ. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ മോനെ അച്ഛൻ അബുദാബിക്ക് ടൂർ കൊണ്ടുപോവാം. അവിടെ മനിച്ചിടണുണ്ടല്ലോടാ. അവിടെ എന്റെ കൂട്ടുകാരുണ്ടാവില്ലല്ലോ. എന്നിപ്പോ എന്താ ചെയ്യാ? ഞാൻ സീമ ടീച്ചർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിനെ സീമ ടീച്ചർക്ക് അല്ല ചാർജ്, അല്ലേ? ജിജു മാമാഷ്ക. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യും? എന്നൊരു കാര്യം ചെയ്യും, നീ എങ്ങനെ പോയാ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉമ്മ തരാറുള്ള നീ പോയാൽ അച്ഛൻ എന്ത് ചെയ്യും? അതെ, ഇവിടുന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി. ആ കാര്യത്തിന് നീ ഇടപെടണ്ട, അത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം. അവളുടെ ടൂറ് നീ യൂണിഫോം ഒക്കെ മാറ്റി അടുക്കളയിൽ പോയി വല്ല തൊഴി എടുത്ത് കഴിയും. അല്ല പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തീർന്നിരിക്കുക. ഉപ്പ് എന്തിനാന്ന് മനസ്സിലായി, ഈ കർപ്പൂരം എന്തിനാണാവോ? അതാ, അത് അച്ഛനും മോൾക്കും പായസം ഉണ്ടാക്കി തരാം. ഹായ്, കർപ്പൂര പായസം നല്ല രസായിരിക്കും. അയ്യോ, അതേ രസിക്കല്ലേ. കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി, ഇപ്പോഴൊന്നും ജോലിക്ക് പോവരുതെന്ന് പറഞ്ഞിട്ട് നീ ജോലിക്കും പോയി. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്കായിട്ടൊന്നും വേണ്ട, എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രം മതി. ഇനി ഞാൻ പുറത്തു പോയിട്ട് വരട്ടെ. അച്ഛാ, അമ്മ ഇന്ന് ഇടത്തുപുറം തിരിഞ്ഞാണോ എഴുന്നേറ്റത്? എന്നാടി നിന്റെ തള്ള വലതുവശം തിരിഞ്ഞ് എഴുന്നേറ്റിട്ടുള്ളേ. അട്ടെ അച്ഛാ, അച്ഛൻ ഉച്ചക്ക് ഊണ് കഴിച്ചോ? പിന്നെ ഇല്ലെങ്കിൽ വിഷമാവുന്നു, നിനക്ക് വിഷമാവുന്നു എനിക്കറിഞ്ഞൂടെ. എന്നിട്ട് എന്താ കഴിച്ച പാത്രം കഴുകി വെക്കാൻ? വെള്ളം ഉണ്ടായില്ലടി. കൈ കഴുകിയില്ലേ? അത് ഉണക്കാനിട്ടിരുന്ന നിന്റെ നൈറ്റിയിൽ ഞാൻ കൈ തുടച്ചു. എന്നാ പിന്നെ ആ കൈ ഉണ്ടാവില്ല. അച്ഛാ, ആ മോട്ടർ ഓൺ ചെയ്യാനില്ലേ? കറണ്ട് വേണ്ടേ?
ഒരു ബക്കറ്റ് വെള്ളം കോരി വെക്കായിരുന്നില്ലേ? എന്റെ അച്ഛൻ കിണറ്റിൽ വീണ മനുഷ്യൻ. അയ്യോ, അച്ഛനോട് കിണറ്റി ചാടി വെള്ളം എടുക്കാനല്ല പറഞ്ഞത്. ശ്ശോ, വന്നു. ഓ, ഒരാശ്വാസായി. ആര്? അച്ഛന്റെ അച്ഛനാ? അല്ലടി, ഇതേ കരണ്ടേ. സീരിയൽ സീതായനത്തിന്റെ നേരമായി. ഞാൻ പോയി ആ സീരിയൽ എടാ, ഇത് സീരിയൽ സീതായനമാ. ഞാനിപ്പോ ഇത് ഓഫ് ചെയ്ത അപ്പുറത്ത് ഭദ്രകാളി സീരിയൽ തുടങ്ങും. അത് വേണോ? അവള് ശരിക്കും അമ്മാവന്റെ മോള് തന്നെയാണോ? ഉറപ്പ്. ഒരു ചന്ദ്രഗ്രഹണമുള്ള രാത്രിയിലെ അമ്മാവന് ഉറപ്പുണ്ടായോ? മോളെ ചായ വെച്ചോ? വെള്ളമില്ല. കറണ്ട് വന്നല്ലോ. കറണ്ട് വന്നാൽ വെള്ളം വരില്ല. മോട്ടർ ഓൺ ചെയ്യണം. ഒന്ന് ഓൺ ചെയ്യാമായിരുന്നില്ലേ? എനിക്ക് ചായ വേണ്ട. അതുകൊണ്ടല്ലേ. നീ ആരോടാ ഈ കലി തുള്ളുന്നത്? എന്നോട് തന്നെ. അതിവിടെ വേണ്ട. ആശുപത്രിയിൽ ആരോടെങ്കിലും കലിപ്പ് തീർക്കാനുണ്ട് എങ്കിൽ അത് അവിടെ തീർത്തിട്ട് വന്നോളണം. എനിക്ക് ആശുപത്രി വീട് ഒരുപോലെയാ. അങ്ങാടി തോറ്റ അമ്മയോട് അച്ഛനോടായ പറ്റില്ല. പാടില്ല. കുടുംബം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. അച്ഛനും അമ്മയും മക്കളുമുള്ള ഒരു സർഗക്ഷേത്രം. അതിനെ ആശുപത്രിയുമായി നീ ഉപമിക്കരുത്. പറയാൻ എന്ത് എളുപ്പം. ശ്രമിച്ചാലെല്ലാം എളുപ്പമാണ്. ഈ കുടുംബം എന്റെയും കൂടിയാണോ എന്നുള്ള തോന്നലിൽ നിന്നാണ് സർവസ്വം എളുപ്പമാകുന്നത്. കഴിച്ച പാത്രം പോലും കഴുകി വെക്കാൻ മടിയുള്ളവരുണ്ടെങ്കിലേ എല്ലാം എളുപ്പമാകും. ഇത് 75 വയസ്സ് കഴിഞ്ഞ നിന്റെ അച്ഛനാണ്. കിടന്നുപോയാൽ നീ അവിടെ ചെന്ന് ഉരുട്ടി കൊടുക്കണം. മലവും മൂത്രവും എടുത്ത് വൃത്തിയാക്കേണ്ടി വന്നാൽ നീ അതും ചെയ്തേ പറ്റൂ. പ്രതീക്ഷയില്ല. എന്താ പ്രതീക്ഷിച്ചാല്? ഇത് നിങ്ങളുടെ മകളല്ലേ? അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. കൂടെ ജോലി ചെയ്യുന്ന കുടുംബക്കാര് അവര് ചെല്ലുമ്പോഴേക്കും സകല ജോലികളും ചെയ്തു വെക്കും. അവരുടെ മുഖവും നിന്റെ മുഖവും ഒരുപോലെ. നിന്റെ കൈവിരലുകൾ 5ഉം തുല്യ. എല്ലാം വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഒരു കുടുംബം എങ്ങനെയാകണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എവിടേക്കാ അത്ര തിരക്കിന? ആ പാത്രങ്ങളൊന്ന് വേണ്ട കഴിയേക്കാൻ. വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ കഴുകി വെച്ചു. ഈ അടി എന്റെ മോള്. ഒരു കുടുംബം എങ്ങനെ നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകണമെന്നേ ഇവൾക്കറിയാം. എന്തായിക്കോട്ടെ, അമ്മാവൻ എന്റെ കുഞ്ഞിന് വേണ്ടി ഒരു പാട്ടൊന്ന് പാടി. മുത്തശ്ശ, ആ പാട്ട് പുഴയോരത്ത് വെച്ച് പാടാറുള്ള ആ പാട്ട്. മോളെ, ഒരു മൂടില്ലല്ലോടാ. ഒരു മൂഡ് വരാൻ വേണ്ടി അമ്മാവനോട് പറഞ്ഞ, പറ്റില്ലെങ്കിൽ പറയും. വേണ്ട, എനിക്ക് വേണ്ടി ആരും പാടണ്ട. തത്തമോളെ, പിണങ്ങല്ലേ. അമ്മേ ഒരുമ്മ തന്നീടു ഇന്നെന്റെ ജന്മദിനം തൂശനിലയിട്ട് ആദ്യൊരുളത്ത ഞാൻ ഇവനെയൊന്നും വെറുതെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ സൂചിയൊന്നും കൊണ്ട് നടക്കുന്ന എന്തിനാ? ഇവനെ കെട്ടുമ്പോൾ ഒരു 6 മാസം കൂടി ഉപയോഗിക്കാനാ. അത് ശരി. അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ശരിയാക്കി എടുക്കാം. കേറിക്കൊട 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 കേറിക്കൊട. സത്യം കൂടെ കേറടാ കേറടാ. നശിപ്പിച്ചു. ഒരുവിധം ശരിയായിട്ട് വന്നതാ. ശരിയാവില്ല. സൂചി തലതിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അതെനിക്കറിയാം. നേരെ പിടിച്ചിട്ട് ശരിയാവാത്തത് കൊണ്ട് തലതിരിച്ചൊന്ന് പിടിച്ചു നോക്കിയതാ. എങ്ങനും ശരിയായാലോ? അപ്പൊ കുറച്ച് തലതിരിവുണ്ടല്ലേ? പേര് കേട്ട ജ്യോതിഷ പണ്ഡിതനായില്ലേ? അത് ശരിയാ. ഈ ലുക്കൊക്കെ ആരാ കണ്ടുപിടിച്ചത്? അപ്പൊ ശരിക്കും ഡോക്ടർ ആണല്ലേ? അപ്പോ നമുക്ക് അല്പം പെശക് പറ്റി. നമ്മോട് ക്ഷമിക്കാം. കബഡി നിരത്തി കാര്യങ്ങളൊക്കെ പറയുന്ന ആളല്ലേ? ആ. എന്നിട്ട് എന്താ ഇപ്പൊ തെറ്റുപറ്റി? അല്ല, ആ സമയത്ത് എന്റെ കയ്യിൽ കബഡി ഉണ്ടായില്ലല്ലോ. കയ്യിൽ സൂചിയും നൂലും അല്ലായിരുന്നോ?